തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹമോചനം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് നമ്മുടെ കാലഘട്ടത്തിൽ. ഫേസ്ബുക്കിൻ്റെ ഓണറായ മാർക്ക് സക്കർബർഗിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം അദ്ദേഹം തന്നെ കുറിച്ചു വച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന സമയത്ത് വ്യവസായ പ്രമുഖനും പിന്നീട് അമേരിക്കയുടെ പ്രസിഡൻറ്റുമായി മാറിയ ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ തന്നെ എഴുതി വയ്ക്കണം, വിവാഹമോചന സമയത്ത് നീ എത്ര ബില്യൺ അവൾക്ക് കൊടുക്കുമെന്ന്. കാരണം കാലിഫോർണിയയുടെ നിയമമനുസരിച്ച് വലിയൊരു എമൗണ്ട് സ്വത്ത് ഈ വിവാഹമോചനം നൽകുന്ന സ്ത്രീക്ക് കൊടുക്കണമായിരുന്നു. ന്യൂയോർക്കിൽ അത്രയും വേണ്ട എങ്കിൽ പോലും ഇപ്പോഴേ എഴുതി വയ്ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതിനൊന്നും കൂട്ടാക്കാതെ ഈ സ്ത്രീയെ വിവാഹം ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് ശേഷം ഇവർ ഹണിമൂണ് റോമിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ റോമിലെത്തി ഇവർ ഹണിമൂൺ ആഘോഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വരികയാണ്. ബിസിനസ് ആവശ്യത്തിന് അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കണമെന്ന്. അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ഒരാവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഹണിമൂൺ ഇവിടെ അവസാനിക്കുന്നില്ല, എല്ലാ വർഷവും നമുക്ക് ഹണിമൂൺ ഉണ്ടായിരിക്കണമെന്ന്. പിന്നീട് ഒരു വർഷം പോലും മുടക്കാതെ അദ്ദേഹം തൻ്റെ ഭാര്യയും കൂട്ടി മക്കളെയും കൂട്ടി ആ മധുവിധ് അതേ ആനന്ദത്തിൽ തന്നെ ആഘോഷിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറിച്ചു വയ്ക്കുന്നത്. നമ്മുടെയൊക്കെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ, ചെറിയ ചെറിയ പരാതികളൊക്കെ മാറ്റിവെച്ചാൽ എത്ര സുന്ദരമായി തീരും നമ്മുടെയൊക്കെ ജീവിതം. വിട്ടുവീഴ്ചയുള്ള, എളിമയുള്ള, ക്ഷമിക്കുന്ന, പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവട്ടെ. അതിനായി കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും തിരുക്കുടുംബം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.